മഹാന്മാരായ സാദാത്തുക്കളുടെ റൂസ് മുബാറക്കിലാണ് നമ്മളുള്ളത്. സയ്യിദന്മാരെ സ്നേഹിക്കുക എന്നത് അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അയ്യുഹന്നാസ് ഇന്നി തറത്തു ഫീകും മാ ഇൻ അഖദ്തും ബിഹി ലൻ തദില്ലു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങളെ, നിങ്ങളിൽ ഞാൻ ഒരു കാര്യം ഉപേക്ഷിച്ചു പോവുകയാണ്, നിങ്ങളിൽ ബാക്കി വെച്ച് ഞാൻ പോവുകയാണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം ലൻ തദില്ലു, നിങ്ങൾ പിഴച്ചു പോവുകയില്ല. അവിടുന്ന് പറഞ്ഞു, കിതാബുല്ലാഹി, ഒന്ന് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനും വഇത്രത്തി അഹ്ലു ബൈത്തി, എൻ്റെ അഹ്ലു ബൈത്തുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിയും. അതേസമയം മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദറക്കിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അയ്യുഹന്നാസ് ഇന്നി താരികും ഫീകും അംറൈനി ലൻ തദില്ലു ഇൻ ഇത്തബഅതുമൂഹാ വഹുമാ കിതാബുല്ലാഹി വഅഹ്ലു ബൈതി ഇത്രത്തി. അല്ലാഹുവിന്റെ ഖുർആനും എൻ്റെ അഹ്ലു ബൈത്തിനെയും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല എന്ന വലിയ ആശയം. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നി താരികും ഫീകും ഖലീഫത്തൈനി കിതാബുല്ലാഹി വഅഹ്ലു ബൈതി വഇന്നഹുമാ ലൻ യതഫറഖാ ഹത്താ യരിദാ അലയ്യൽ ഹൗള ജമീഅ. എൻ്റെ അടുത്ത് നിങ്ങൾ ഹൗളുൽ കൗസറിന്റെ അരികിൽ വരുന്നതുവരെ അല്ലാഹുവിന്റെ ഖുർആനും അഹ്ലു ബൈത്തും വിട്ടുപിരിയുകയില്ല എന്നവിടെ പഠിപ്പിച്ചത് കാണാം. അപ്പൊ അഹ്ലു ബൈത്തിനെ മുറുകെ പിടിച്ചാൽ, സാദാത്തുക്കളെ ആദരിക്കുകയും അവരെ നേതൃത്വമായി കാണുകയും ചെയ്താൽ ആ വലിയ ബഹുമാനവും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനവും ലഭിക്കാൻ അത് വലിയ കാരണമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര അന്ത്യനാൾ വരെ അറ്റുപോകാതെ സംരക്ഷിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, നിങ്ങൾക്ക് ധാരാളം സന്താനങ്ങളെ ഞാൻ നൽകി. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, അൽ കൗസറു ഔലാദുഹു. ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന അൽ കൗസറിന്റെ ഉദ്ദേശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങളാണ്, അവിടുത്തെ മക്കളാണ്, അഹ്ലു ബൈത്താണ്. കാരണം ലിഅന്ന ഹാദിഹി സൂറത ഇന്നമാ നസലത് റദ്ദൻ അലാ മൻ ആബഹു അലൈഹിസ്സലാം ബിഅദമിൽ ഔലാദ്. അവിടുത്തെ ആൺമക്കളൊക്കെ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് കുറ്റിയേറ്റു പോയവൻ അബ്തറാണ് എന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ അല്ലാഹു അവരെ ഗണ്ണിച്ചുകൊണ്ട് ഇറക്കിയ ആയത്താണ് സൂറത്തുൽ കൗസർ. അതുകൊണ്ടാണല്ലോ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ,
നിങ്ങളെ കുറിച്ച് വാലച്ചു പോയവൻ എന്നും പറഞ്ഞവരാണ് നബിയെ അബൂതർ. വാലച്ചു പോയവർ നിങ്ങൾ നോക്കൂ, 1500 വർഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ജനിച്ചിട്ട് 1500 ജന്മദിനമാണല്ലോ നമ്മൾ കഴിച്ചത്. ആ 1500 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ലോകത്തിലെ മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ പറയുന്നത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ എന്നാണ്. എന്നാൽ നബി തങ്ങൾ വാലച്ചു പോയവൻ എന്ന് പറഞ്ഞവന്റെ അനുയായി എന്ന് പറയുന്ന ഒരാളെയും ഈ ലോകത്ത് എവിടെയും കാണാൻ കഴിയുന്നില്ല. അതാണ് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബം വാലച്ചു പോയിട്ടില്ല. മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ ആ കുടുംബ പരമ്പര നിലനിർത്താൻ അല്ലാഹു പ്രത്യേകമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. സാധാരണ നമ്മുടെ നസബ് നിലനിൽക്കുന്നത് ഉപ്പയിലൂടെയാണ്, ആൺമക്കളിലൂടെയാണ്, പുരുഷന്മാരിലൂടെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരുപാട് പ്രത്യേകതകളിലുള്ള ഒരു ഖുസൂസിയത്താണ് അവിടെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ അവിടുത്തെ കുടുംബ പരമ്പര നിലനിൽക്കുന്നത്. അവ നബി തങ്ങളുടെ മക്കളില്ല, അഹ്ലു ബൈത്ത് ഇനി ഇവിടെ നിലനിൽക്കൂല എന്ന് മുത്തുനബിയെ കുറിച്ച് ആരോപണം പറഞ്ഞപ്പോൾ അവരെ ഗണ്ണിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്താണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ. അതുകൊണ്ട് അൽ കൗസർ ഔലാദുഹു, അവിടെ കൗസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയാണ്. ആ സന്താന പരമ്പര ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഫൽ മഅനാ അന്നഹു യുഅതീഹി നസ്ലൻ യബ്ഖൂന അലാ മർനി സമാൻ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ഈ ആയത്തനുസരിച്ച് എല്ലാ കാലത്തും നിലനിൽക്കുന്ന സന്താനങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് അതിനൊരുപാട് തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. മഹാന്മാരായ സയ്യിദന്മാരുടെ ഉറൂസ് ആകുമ്പോ ബറക്കത്തിന് അതൊന്ന് പറഞ്ഞ് ഈ സദസ്സിന്റെ പുണ്യം നേടുക, അവരുടെ കൂടെ നാളെ സ്വർഗത്തിലെത്തുക എന്ന ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആലിമു ഖുറൈശിൻ യംലഉ ത്വിബാഖൽ അർദി ഇൽമ. ലോകത്ത് മുഴുവനും ഇൽമ വിതറാൻ പറ്റിയ ഒരു ഖുറൈശി പണ്ഡിതൻ ഈ ലോകത്ത് വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചു. ആ ഇമാം ആരാണ്? അത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. കാരണം അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഖുറൈശിയല്ല, ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഖുറൈശിയല്ല, മാലിക് ഇബ്നു അനസ് ഇമാം ദാരിൽ ഹിജ്റ മാലിക് റളിയല്ലാഹു അൻഹു ഖുറൈശിയല്ല. അതേ സമയം മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുറൈശിയാണ്. അതുകൊണ്ട് ആലിമു ഖുറൈശിൻ യംലഉ ത്വിബാഖൽ അർദി ഇൽമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വലിയ ഇമാം അത് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞു. അത്രയും വലിയ ഇമാമായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ പാടിയത് എന്താണ്? അലുൻ നബിയ്യി ദരീഅതി വഹു ഇലൈഹി വസീലതി അർജു ബിഹിം മുഅ്താദൻ ബിയദിൽ യമീനി സ്വഹീഫതി. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പോലും അവിടുന്ന് ലോകത്തെ പഠിപ്പിച്ച ആശയം എന്താണ്? നാളെ എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, നാളെ എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, നാളെ എൻ്റെ ഏറ്റവും വലിയ രക്ഷ അത് എൻ്റെ അഹ്ലു ബൈത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ്. മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഖുറൈശിയാണ്. ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് അലുൻ നബി ദരീഅതി
وهم إليه وسيلتي أرجو بهم عطاودا بيد اليمين صحيفتي നാളെ എൻ്റെ മീസാനിൽ നന്മ തൂങ്ങുവാൻ, നാളെ എൻ്റെ വലതുകൈയിൽ എൻ്റെ ഏട് കിട്ടുവാൻ, നാളെ സിറാത്ത് പാലം വിട്ട് കടക്കാൻ, ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ എൻ്റെ ഏറ്റവും വലിയ വസീല അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബമാണ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളെ ഈ സാദാത്യങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോ, അവരെ നമ്മൾ ആദരിക്കുമ്പോ, അവരെ നമ്മൾ ബഹുമാനിക്കുമ്പോ, മദീനയിൽ കിടക്കുന്ന രാജാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെത്രയാണ് സന്തോഷിക്കുന്നത്. വഖുൽ അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്ന അമല് അത് നിങ്ങൾ മാത്രമല്ല കാണുന്നത്, നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ മാത്രമല്ല കാണുന്നത്, അല്ലാഹു കാണുന്നുണ്ട്. വറസൂലുഹു മദീനയിൽ കിടക്കുന്ന രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്. വൽ മുഅ്മിനൂന മഹാന്മാരത് കാണുന്നുണ്ട്. നമ്മുടെ ഉമ്മ വാപ്പമാരത് അറിയുന്നുണ്ട്. നമ്മൾ ആരും കാണാതെ വാതിൽ കുറ്റിയിട്ടുകൊണ്ട് നല്ല റേഞ്ചുള്ള മൊബൈലാണ്, നെറ്റ്വർക്കുള്ള മൊബൈലാണ്, ഭാര്യ കാണുന്നില്ല, മക്കൾ അറിയുന്നില്ല, പാപ്പാൻ കണ്ടിട്ടില്ല, ആരും അറിയുന്നില്ല എന്ന നിലയ്ക്ക് നമ്മൾ ആ മൊബൈലിൽ എന്തെല്ലാം ഹറാമുകളാണ് കാണുന്നത്, എന്തെല്ലാം ഹറാമുകളാണ് കേൾക്കുന്നത്. വൽ മുഅ്മിനൂൻ അല്ലാഹു അറിയുന്നതിന് പുറമെ നമ്മുടെ ബാപ്പമാരത് കാണുന്നുണ്ട്. മരണപ്പെട്ട നമ്മുടെ വല്യപ്പമാരത് അറിയുന്നുണ്ട്. അവര് ഖബറിൽ കിടന്ന് വിഷമിക്കുമ്പോ പേരമക്കളാകുന്ന നമ്മള് ഇവിടെ വെച്ച് ഹറാം ചെയ്യാൻ പാടുണ്ടോ? പറഞ്ഞു വരുന്നത് നമ്മുടെ അമലുകള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുമ്പോ, ഇത്തരം ഉറൂസുകളിൽ പങ്കെടുക്കുമ്പോ എന്റെ പേരമക്കളെ സ്നേഹിച്ചുകൊണ്ട്, എന്റെ പേരമക്കളോടുള്ള അനുകമ്പ കൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങള്, പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, അവരെ കണ്ട് മുത്തുനബി മദീനയിൽ വെച്ച് സന്തോഷിക്കുമ്പോ അല്ലാഹു അവരോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ, മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ലഭിക്കാൻ ഈ മജ്‌ലിസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് സാദാത്യങ്ങളുടെ കൂടെ, അവരുടെ കൂടെ ചേർന്ന് അവരാദരിച്ച്, അവരുടെ നിർദ്ദേശമനുസരിച്ച് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, സയ്യിദവറുകൾ നമുക്ക് എല്ലാ നിലക്കും നേതൃത്വമാണ്, എല്ലാ നിലക്കും നമുക്ക് വലിയ കേന്ദ്രമാണ്. അല്ലാഹു അവർക്കും കുടുംബത്തിനും ഇവിടെ ഒരുമിച്ചുള്ള എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവരുടെ വല്യപ്പ അടക്കം നമ്മളുടെ അനുസ്മരിക്കുന്ന ഉറൂസ് നടത്തുന്ന മഹാന്മാരായ സയ്യിദന്മാർ അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റജബ് മാസം 6-നാണ് സുൽത്താൻ ഖാജ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവര് നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. റജബ് 6-നാണ്. അവരുടെ സമയമായതുകൊണ്ട് ബറക്കത്തിന് അവരെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ്. അവിടെ പിതൃപരമ്പര മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഹുസൈനിയെ എന്ന് മഹാനവരെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വംശപരമ്പരയിലെ ആദ്യ മക്കൾ പേർഷ്യയിലെ ചിസ്തി പട്ടണക്കാരായതുകൊണ്ട് ചിസ്തിയെ എന്നും അവരെ കുറിച്ച് പറയാറുണ്ട്. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകം ഓർഡർ പ്രകാരം, നിർദ്ദേശപ്രകാരം ഈ രാജ്യത്ത് വന്ന് പ്രബോധനം നടത്തിയത് കൊണ്ട് അത്താഉർ റസൂൽ എന്നും മഹാനവരങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അതേസമയം ഇലാഹി കിരീടമണിഞ്ഞതിനാൽ താജുൽ വിലായ എന്നും മഹാനവരെ കുറിച്ച് പറയാറുണ്ട്. അതേസമയം നാട്ടിൽ
നാട്ടുകാരുടെ, പാവപ്പെട്ടവരുടെ, ദരിദ്രരുടെ, അശരണരായ ആളുകളുടെ, യതീമുകളുടെ ആശ്രയ കേന്ദ്രമായതിനാൽ ഗരീബ് നവാസ് എന്നും മഹാനവറുകൾക്ക് പേരുണ്ട്. അങ്ങനെ വിവിധമായ സ്ഥാനപ്പേരുകൾ അജ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് അജ്മീരിയെ എന്നുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. അതോടൊപ്പം ആളുകൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് ഖ്വാജ എന്ന് പേര് വിളിച്ചു. ഖ്വാജ എന്ന് പറഞ്ഞാൽ ആദരണീയരായവർ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ എല്ലാ നിലക്കും എല്ലാ മതവിഭാഗങ്ങളുടെയും ഹൃദയത്തിൽ വലിയ വലിയ ആത്മീയ നേതൃത്വമായ, എല്ലാവർക്കും വലിയ ആശ കേന്ദ്രമായ മഹാനായ ഖാജ തങ്ങൾ അവറുകൾ ഹിജ്റ 537 ജനിച്ച് 633 വഫാത്തായി 97 വർഷമാണ് മഹാനായ ഖാജ തങ്ങൾ ജീവിച്ചത്. ആ മഹാനായ ഖാജ തങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് 37 ജനിച്ച മഹാനവറുകൾ ഹിജ്റ 561 ഈ സ്ഥലത്ത് എത്തുന്നത്. ചരിത്രത്തിലേക്കൊന്നും പോവില്ല. മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു ഇവിടെ വന്നപ്പോ ഈ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രജപുത്ര രാജാവ്, എല്ലാവർക്കും അറിയാം ചരിത്രം. മഹാനവറുകൾ ഇവിടെ വന്നു. അജ്മീറിലെ ഒഴിഞ്ഞ സ്ഥലത്ത് റെസ്റ്റ് എടുക്കുമ്പോ അന്നത്തെ ഈ രാജാവിന്റെ സൈനികന്മാർ രാജാവിന്റെ ഒട്ടകങ്ങളും മറ്റും കിടത്തുന്ന സ്ഥലമാണ്. അപ്പോ ഈ രാജാവിന്റെ സൈന്യന്മാര് പറഞ്ഞു, രാജാവിന് മഹാനായ ഖാജ തങ്ങളുടെ വരവ് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇദ്ദേഹം ഇവിടെ ഉയർന്നാൽ എന്റെ സ്ഥാനം നഷ്ടപ്പെടും, ലീഡർഷിപ്പ് നഷ്ടപ്പെടുമ്പോൾ ആർക്കും പേടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരിക്കലും റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കരുത് എന്ന് സൈനികന്മാരോട് ആജ്ഞാപിച്ചു. അപ്പോ മഹാനായ ഖാജ തങ്ങളോട് ഇവര് വന്നിട്ട് പറഞ്ഞു, ഇത് ഒട്ടകങ്ങൾ കിടത്താനുള്ള സ്ഥലമാണ്, നിങ്ങൾ ഇവിടെ കിടക്കാൻ പറ്റൂല. അപ്പൊ ഖാജ തങ്ങൾ പറഞ്ഞു, പിന്നെ ഒട്ടകങ്ങൾ കിടന്നോട്ടെ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. 40 മുരീദുമാരായിട്ടാണല്ലോ മഹാനവറുകൾ ഇവിടെ എത്തുന്നത്. സുബ്ഹാനല്ലാഹ്, പിറ്റേ ദിവസം ഒട്ടകങ്ങളെ എഴുന്നേൽക്കുന്നില്ല. എന്ത് ശ്രമം നടത്തിയിട്ടും ഒട്ടകം എഴുന്നേൽക്കുന്നില്ല. അവസാനം ഇവർക്ക് മനസ്സിലായി ഇത് ആത്മീയ ആചാര്യന്റെ ഗുരുത്വക്കേടാണ്. അവരെ ഇവിടെ റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് കിട്ടിയ ഗുരുത്വക്കേടാണെന്ന് മനസ്സിലാക്കി അവര് രാജാവിനോട് വിഷയം പറഞ്ഞു. അങ്ങനെ ഫക്കീർ എന്ന് ഇവർ വിളിച്ച ഖാജ തങ്ങളുടെ അരികിൽ ഒന്ന് അവര് മാപ്പ് ചോദിച്ചപ്പോ ആ ഒട്ടകം എഴുന്നേറ്റ സംഭവം ഉണ്ടായതോടുകൂടെ ഖാജ തങ്ങളുടെ സ്ഥാനം വർദ്ധിക്കുന്നു. മഹാനായ ശൈഖ് ജിഫ്രി തങ്ങൾ 17 വയസ്സുള്ള മമ്പുറം തങ്ങളെ സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങൾ വഫാത്തായി 3 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. ഈ മമ്പുറം തങ്ങളെ അവിടെ കൊണ്ടുവെക്കുമ്പോ മമ്പുറത്തുകാർക്ക് അത്ര പിടിച്ചില്ല. കാരണം ശൈഖ് ഹസൻ ജിഫ്രി തങ്ങൾ കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെയാണ്. ഒരു നാട്ടില് 10 കൊല്ലം പിന്നെ വലിയ താടി അത്യാവശ്യമൊക്കെ വലിപ്പമുള്ള ആളുകൾ സജീവമായിട്ട് നിൽക്കുന്ന, അതിന് ശേഷം എന്നെ പോലത്തെ ചെറിയ ആൾക്കാർ വന്നാല് ആളുകൾക്ക് കുറിച്ചോളൊന്നുമില്ല, ഇതൊരു ചെറിയൊരു സാധനം എന്ന് പറയും. എന്ന പോലെ മമ്പുറം തങ്ങളെ 17-ാം വയസ്സിൽ ഉണ്ടാക്കിയപ്പോ മമ്പുറത്തേക്ക് അത്ര പിടിച്ചില്ല. പക്ഷേ പിറ്റത്തെ വെള്ളിയാഴ്ച ജുമഅത്ത് എന്ന സംഭവം എല്ലാവർക്കും അറിയല്ലോ. അതോടുകൂടെയാണ് മമ്പുറത്തുകാർക്ക് മമ്പുറത്ത് തങ്ങളായി മാറിയത്. എന്നതുപോലെ ഖാജ തങ്ങളുടെ ഈ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും കണ്ടപ്പോ മഹാനായ ഖാജ തങ്ങൾ ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. അങ്ങനെ ഒരുപാട് മഹാനവറുകളെ നശിപ്പിക്കാൻ വേണ്ടി രജപുത്ര രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ ശ്രമിച്ചെങ്കിലും മഹാനവറുകൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ ഭയപ്പെട്ട് മാത്രം ഒരാൾ ജീവിച്ചാൽ എല്ലാവരും അവനെ ഭയപ്പെടും. അവൻക്ക് ഒരാളെയും പേടിയുണ്ടാകൂല. മഹാനായ ഖാജ തങ്ങളുടെ ഉപ്പ മരണപ്പെട്ടപ്പോ ഉപജീവനത്തിനായി കുടുംബത്തിന്റെ അനന്തര സ്വത്തായി കിട്ടിയ മുന്തിരിത്തോട്ടത്തില് എന്നും പോയിരിക്കും മഹാനായ ഖാജ തങ്ങള്. കുറെ ദുആ ചെയ്യും. ഒരിക്കൽ അങ്ങനെ ആ തോട്ടത്തിലിരിക്കുമ്പോ ഒരു വലിയ മഹാൻ ആ തോട്ടത്തിലേക്ക് കടന്നു വന്നു. പേടിച്ചു പോയ ഖാജ തങ്ങളോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഇബ്രാഹിം ഖന്ദൂസി എന്ന് പറയുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്, ഖാജ തങ്ങൾ എഴുന്നേറ്റു. കാരണം ആ മഹാനെ കുറിച്ച്
നേരത്തെ കേട്ടുപരിചയമുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് സ്വീകരിച്ചു. നല്ല മുന്തിരി മഹാനവറുകൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ആ മഹാന്റെ കയ്യിലുണ്ടായിരുന്ന പാണ്ഡത്തിൽ നിന്നൊരു പത്തിരി കഷ്ണം എടുത്തു. ആ അപ്പ കഷ്ണം എടുത്തുകൊണ്ട് ഖാജാനങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അതോടുകൂടെ മഹാന്റെ ഹൃദയം ഈമാൻ കൊണ്ടിലെങ്കി മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു. മഹാനവറുകൾ ഇനി തോട്ടം വേണ്ടെന്ന് തീരുമാനിച്ചു. ഫഅനാറല്ലാഹു ഖൽബഹു ഇലൈഹി, ഖാജാതങ്ങളുടെ ഹൃദയത്തിന് വല്ലാത്തൊരു ഈമാൻ, ഇനി എനിക്ക് ഈ തോട്ടം ആവശ്യമില്ല. ഫതസദ്ദഖ ബിൽ അംവാൽ, മുഴുവനും സ്വതക്ക ചെയ്യുന്നു. കിട്ടിയ പണം പാവങ്ങൾക്ക് നൽകുന്നു. മഹാനവറുകൾ ജനിക്കുന്ന സമയം, ആ ജനിക്കുന്ന സമയത്ത് അവിടുത്തെ ഉമ്മ പറയുന്ന ഒരു അത്ഭുതമുണ്ട്. ഗർഭസ്ഥ ശിശുവിന് ആത്മാവ് ഊതിയതിന് ശേഷം ഉമ്മ പറയാണ്, രാത്രി മുഴുവനും ഞാൻ എന്റെ വയറ്റിൽ നിന്ന് ദിക്ർ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കാറുണ്ട്, തഹ്ലീൽ ചൊല്ലുന്നത് കേൾക്കാറുണ്ട്. അത് കേട്ടപ്പോ സന്തോഷിച്ചതിന് അതിരില്ല എന്ന് ഖാജാതങ്ങളുടെ ഉമ്മ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഗർഭസ്ഥ ശിശു സംസാരിക്കുന്നത്, ഗർഭസ്ഥ ശിശുവിനോട് സംഭാഷണം നടത്തുന്നത്, ബാബാമോദോഹിന്നെ കുത്തുവായി വന്നോവർ ബലം ആദേളിയിലും കെളിമീകച്ചോവർ ബാബാമോദോഹില മറന്നോരു കാലത്ത് പശും ഗൗതന്നാമ കാമെന്ന് ചൊന്നോവര്. ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ അല്ലാഹു നുബുവത്ത് കൊടുത്ത അമ്പിയാക്കളില്ലേ, വിലായത്ത് കൊടുത്ത അമ്പിയാക്കളില്ലേ. മുഹീദ്ദീൻ മാല കുറച്ച് ഓവറാണ് എന്ന് ചിലർ പറയാറുണ്ട്. ഇത് മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. വലനൽ വിലായത്തു മിൻ അലസ്തു ബി റബ്ബികും വ ഇമാമുനൽ മഹ്ദിയു ഫഹുവ ഖിതാമുനാ. അലസ്തു ബി റബ്ബികും എന്ന് പറഞ്ഞ ആലമുൽ അർവാഹിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത് ഓർമ്മയില്ലേ? നമുക്ക് ഓർമ്മയില്ല, പക്ഷേ ശൈഖ് അവർക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, വലനൽ വിലായത്തു മിൻ അലസ്തു ബി റബ്ബികും ഫഇമാമുനൽ മഹ്ദിയു വഹുവ ഖിതാമുനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ മത്താ കുന്ത നബിയാ, നിങ്ങൾ എപ്പോഴാണ് നബിയായത്? എല്ലാവർക്കും ഇല്ല, 40 വയസ്സിലാണ് വഴി ഇറങ്ങിയത്. എല്ലാവർക്കും ഈ ചോദിക്കണ സ്വഹാബിക്കും അറിയാം. അത് ശാരീരികമായി നമ്മുടെ മുമ്പിൽ നബിയായി അള്ളാഹു നിയോഗിച്ചതാണ്. അതേസമയം നബിതങ്ങൾ നേരത്തെ നബിയാണ്, നബൂവത്ത് അള്ളാഹു നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതാ ചോദ്യം, നിങ്ങൾ എപ്പോഴാണ് നബിയെ, നിങ്ങൾ നബിയായത്? അവിടെ പറഞ്ഞു, വാദമു ബൈന റൂഹി വൽ ജസദി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ നബിയാണ്. ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസ ബിമുജറദിൽ ഇൽമി ബിമാ സയസ്റീറു. അഥവാ ഞാൻ പിന്നീട് നബിയാകും എന്നത് കണ്ടിട്ട് നബിതങ്ങൾ പറഞ്ഞതാണ് എന്നതല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ പറഞ്ഞൂടെ? എന്നോട് യാക്കൂബ് ഉസ്താദ് നിങ്ങൾ എന്ന പ്രഭാഷണം നടത്താൻ തുടങ്ങിയത്, അത് ഞാൻ ആലുമില്ല വായിച്ച അന്ന് മുതൽ എന്റെ പ്രഭാഷകനാണ്. ഞാൻ ഉദ്ദേശം എന്തായാലും ഞാൻ പ്രവാസകനാവും ആയല്ലോ, ഞാൻ വേറെ പറയണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം അന്ന് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ആർക്കും പറയാം. അതുകൊണ്ടൊക്കെ ആ വാദത്തെ ഗണ്ണിക്കുകയാണ്. ലൈസ മുത്തുനബി ഞാൻ ആദം നബിക്ക് മുമ്പ് എന്നെ നബിയായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ പിന്നീട് നബിയാകും എന്നല്ല, ഞാൻ പിന്നീട് നബിയാകും എന്നല്ല. കുമാരപ്പള്ളി ഇമാം തങ്ങൾ അവിടുത്തെ മവാഹിബുൽ ലദുന്നിയെ
വിശദമായി അത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അത് നബിതങ്ങൾ മാത്രമല്ലല്ലോ, മറിച്ച് പറഞ്ഞതിന്റെ ലക്ഷ്യം ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു നബിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നബിയായത് അത് തടിയല്ലേ, ജസദ് എന്ന് പറഞ്ഞ സാധനം ആത്മാവിനല്ലേ വിലയുള്ളൂ. ആത്മാവില്ലെങ്കിൽ ഇത് വെറും ഒരു ബോഡിയാണ്, ഒരു തടി മാത്രമാണ്. അപ്പൊ ആ ആത്മാവിന് അള്ളാഹു നേരത്തെ നബുവത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ, അഥവാ ഈ ദുനിയാവിലേക്ക് ജസദോട് വരുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു നബുവത്ത് കൊടുക്കും, അള്ളാഹു വിലായത്ത് കൊടുക്കും എന്നതിന് തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നമുക്കൊരു ഇഷ്കാരം ഉണ്ടാവുക, ഹാജാതങ്ങളും ഉമ്മിയും തമ്മിൽ ചെറുപ്പത്തിൽ പിന്നെ ഗർഭസ്ഥ ശിശുവായി എനിക്ക് സംസാരിച്ചു എന്നാണ്. അതവിടെ മാത്രമല്ല, റിഫായിമാലയിലുണ്ട്. ഗർഭം ഗുണമുള്ളതായ ഹൃദാരെന്ന് കേട്ടോ, മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാറഹ്മദുൽ കബീറെന്ന് ചൊന്നോവർ. ഗർഭം ധരിച്ച് 6 മാസം കഴിഞ്ഞപ്പോ ഉമ്മ ചോദിച്ചു, ഹലോ ധാരാ മോനാ മോളാന്ന് ചോദിച്ചു. അപ്പൊ അവിടുന്ന് മറുപടി പറഞ്ഞു, ഇത് മോനാണ്, ഇത് അഹ്മദുൽ കബീറാണ്. മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാറഹ്മദുൽ കബീറെന്ന് ചൊന്നോവർ. ഇത് കുറച്ച് ഓവറല്ലേ എന്ന് ചെറിയൊരു അഭിപ്രായം ഉണ്ട്. കാരണം അവസാനം ഇങ്ങനെ ഓവർ എന്ന് വരുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ച് ഓവറല്ലേ എന്ന് ചെറിയൊരു അഭിപ്രായം. അത് പരിശുദ്ധ ഖുർആൻ പഠിക്കാത്തത് കൊണ്ടാണ്. ഈ റിഫായി മാലയിലുള്ളത് ഓവറാകണമെങ്കിൽ, ആനായ ഹാജാതങ്ങളെ കുറിച്ച് ഉമ്മ പറഞ്ഞത് ഓവറാകണമെങ്കിൽ, അത് നടക്കാത്ത സംഭവമാണെങ്കിൽ ഖുർആൻ അതിനേക്കാളും വലിയ ഓവറാകേണ്ടതുണ്ട്. സൂറത്തു മറിയമിൽ അല്ലാഹു തആല പഠിപ്പിച്ചത് എന്താണ്? 22 ആയത്ത് മുതൽ 34 ആയത്ത് വരെ അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം പഠിച്ചാൽ ഒരാൾക്ക് ബിദ്അത്തുകാരനാകാൻ കഴിയില്ല, പുത്തൻവാദിയാകാൻ സാധിക്കൂല. കാരണം ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ്യാ. ഭർത്താവില്ലാതെ ഗർഭം ധരിച്ചോ, സിനയിലൂടെയല്ല, അല്ലാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം. അല്ലാഹു തആലക്ക് മക്കളുണ്ടാവാൻ ഭാര്യ ഭർത്താവിന്റെ ആവശ്യമൊന്നുമില്ല. ആദം നബി ഇസ്ലാമിനും ഉമ്മയും ബാപ്പയും ഉണ്ടോ? ഇല്ലല്ലോ. ആദം നബി ഇസ്ലാമിനെ അല്ലാഹു ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയല്ലോ. ഉമ്മയും ബാപ്പയൊന്നുമില്ല. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു ഗർഭം കൊടുത്തു. അത് അല്ലാഹുവിന്റെ പ്രത്യേക ഒരു കാരുണ്യമായിരുന്നു. ഭർത്താവില്ലാതെ ഗർഭം ധരിച്ചു. ഭർത്താവും ഭാര്യ ഉണ്ടിച്ചിട്ട് ഗർഭം ഉണ്ടാവണമെന്നില്ല, ഇല്ലല്ലോ. മക്കളില്ലാതെ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹു മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിലുള്ളവരുണ്ടാവും, നമ്മുടെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലുണ്ട്. അല്ലാഹുവിന്റെ ഒക്കെ സന്താനങ്ങളെ ഈ മഹാന്മാരായ സാദാത്യങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നൽകട്ടെ. അപ്പൊ അതൊന്നും വിഷയമല്ല, റബ്ബ് കൊടുക്കാൻ തീരുമാനിച്ചാൽ. മഹാനദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ പക്ഷേ സാധാരണ കാണുന്നതിന് എതിരാണല്ലോ അത്. അതുകൊണ്ട് കുടുംബക്കാരെ മറിയം ബീവിയെ ഒറ്റപ്പെടുത്തി, ഇത്തരം മോശപ്പെട്ട പെണ്ണുങ്ങള് ഞങ്ങളെ കുടുംബത്തിലില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹ വിഷമിച്ചു പോയി. മറിയം ബീവി അവിടെ കുടുംബത്തിൽ നിന്ന് മാറി ജീവിച്ചു. ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ, ഒരു ഉണങ്ങിയ ഈത്തപ്പന മരം, ആ മരത്തിന്റെ ചുവട്ടിൽ മഹദിയോറുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടത്തെ ഗർഭസ്ഥ ശിശുവായ ഈസാ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുന്നു. ഫനാദാ മിൻ തഹ്തിഹാ, മറിയം ബീവിയുടെ അടിഭാഗത്ത് നിന്ന്, അഥവാ അടിവയറ്റിൽ നിന്ന്, അഥവാ ഗർഭത്തിന്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാ തഹ്സനീ, ഉമ്മ നിങ്ങൾ ടെൻഷനാകണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈത്തപ്പന മരമൊന്ന് കുലുക്കൂ. തുസാത്തിതു അലൈകി റുത്ബൻ ജനിയാ. ഈത്തപ്പഴം ഉണ്ടാകാത്ത സീസണാണ്, ഉണങ്ങിയ ഈത്തപ്പന മരമാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ കുലുക്കുമ്പോ കരിഞ്ഞ മരത്തിന്
ഹയാ നിറച്ചോവർ മഹാന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അവരൊരു കാര്യം പറയുമ്പോ, ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. അല്ലാഹുവിന്റെ ചില അടിമകളുണ്ട്, അഥവാ മഹാന്മാരായ ഔലിയാക്കളുണ്ട്. അവർ റബ്ബിനെ മുൻനിർത്തി ഒരു കാര്യം പറഞ്ഞാൽ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞാൽ, ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളാകട്ടെ എന്ന് പറഞ്ഞാൽ, ലഅബറഹു, അത് അല്ലാഹു അവർക്ക് നടത്തി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇതുപോലെ തുസാഖിതു അലൈകി റുത്തബൻ ജനിയാ, മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ധാരാളം ഈത്തപ്പഴം ലഭിക്കുന്നു. ഈ ആയത്ത് വിശദീകരിച്ച് മഹാന്മാർ പറഞ്ഞത് കാണാം, ഗർഭിണികൾ പ്രസവിച്ചാൽ ഈത്തപ്പഴം തിന്നുന്നത് നല്ലതാണ് എന്ന്. വെറുമ്പാറ്റിൽ ഈത്തപ്പഴം എന്നാൽ ഈ ഗർഭം പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ വയറിന്റെ ഉള്ളിൽ നിന്ന് വേദനിച്ചിരിക്കുമല്ലോ, അല്ലെ? ഒരു പുറതേടുണ്ടാവും. ആ പുറതേട് മാറാൻ വെറുമ്പാറ്റില് ഈത്തപ്പഴം തിന്നുന്നത് നല്ലതാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ് എന്ന് മഹാന്മാര് പറഞ്ഞത് കാണാം. ഞാൻ ഈ ആയത്തോട് ഉദ്ധരിച്ചത് എന്തിനാണ്? ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ കൊണ്ടുവന്ന ഒരു തഫ്സീറുണ്ട്. ആരാണ് ഈ വിളിച്ചത്? ഫനാദാഹാ മിൻ തഹ്തിഹാ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ അടിഭാഗത്ത് നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞ ആ വിളിച്ച വ്യക്തി ആരാണ്? ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഈസാ അലൈഹിസ്സലാം. അത് ഈസാ നബി അലൈഹിസ്സലാമാണ്, ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്നൊരു അഭിപ്രായം അവിടെ പറഞ്ഞിട്ട് പറയാണ്. ഏറ്റവും അഖ്റബായ, ശരിയോട് ഏറ്റവും അടുത്ത അഭിപ്രായം ഈസാ അലൈഹിസ്സലാം. മറിയം ബീവിയെ വിളിച്ചത് ഗർഭസ്ഥ ശിശുവാകുന്ന ഈസാ നബി അലൈഹിസ്സലാമാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അദ്റുൽ മൻസൂരിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുന്തു ഇദാ ഖലൗതു, ഞാൻ ഗർഭം ധരിച്ച സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ, ഹദ്ദസനി ഈസാ വകല്ലമനി വഹുവ ഫീ ബത്നി. ഈസാ എന്ന എന്റെ മകനെ എന്റെ ഗർഭത്തിലായിരിക്കെ, വയറ്റിലായിരിക്കെ ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താറുണ്ട്. ഒരു ഉമ്മാക്ക് ഗർഭത്തിലുള്ള കുട്ടിയോട് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ എന്തായിരിക്കും ആദ്യം ചോദിക്കുക? മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാറഹ്മദുൽ കബീർ എന്ന് ചൊന്നോര്, ഇതല്ലാതെ ചോദിക്കുക. പ്രസവിച്ചു എന്ന് കേട്ടാൽ ഉമ്മക്കും കുട്ടിക്ക് സുഖല്ലേ ചോദിക്കുന്നതിന് മുന്നേ ആദ്യം എന്താ ചോദിക്കുക? കുട്ടിയേതാണെന്ന് ചോദിക്കുക, കുട്ടിയേതാണെന്ന് ചോദിക്കുക. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹയും ഈസാ നബിയും സംസാരിച്ചത് ഇമാം മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, വഇദാ കുന്തു മഅന്നാസ്, ഞാൻ ജനങ്ങളുടെ കൂട്ടത്തിലാകുമ്പോ പിന്നെ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, മറിച്ച് സബ്ബഹ ഫീ ബത്നി വകബ്ബറ വഅന അസ്മഉ, പിന്നെ ഉള്ളിൽ ദിക്ർ മജ്ലിസാണ്, ഞാനത് കേട്ട് ആസ്വദിക്കാറുണ്ട്. ഇത് ദുർറുൽ മൻസൂരി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഇമാം സുയൂത്തി തങ്ങൾ മാത്രമല്ല ഉദ്ധരിച്ചത്. അതേ വഹാബികളുടെ ആശയ സ്രോതസ് എന്ന് അവര് തന്നെ പരിചയപ്പെടുത്തിയ ശൗക്കാനിയുടെ ഫത്ഹുൽ ഖദീറിലും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ച് മഹാനായ ഈസാ നബിയാൻ വനാദാ മിൻ തഹ്തിഹാ, അത് തന്നെയാണ് മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാറഹ്മദുൽ കബീർ എന്ന് ചൊന്നോര്. അപ്പൊ ഹാജാത്തുകൾ സംസാരിക്കണതും ഇഫായികൾ സംസാരിച്ചതും ഓവറാണ് എങ്കിൽ സൂറത്ത് മറിയമിലെ 22 മുതലുള്ള ആയത്ത് ഇതിനേക്കാളും വലിയ ഓവറാവണം. ഞാൻ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ? ദിക്ർ മജ്ലിസ് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്. ഈസാ നബിയാണ് വിളിച്ചത്, എന്റെ വകയിലൊന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞു, പരിശുദ്ധ മഹാന്മാരായ ഇമാമിങ്ങളുടെ വ്യാഖ്യാനമാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. അപ്പൊ മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു അവിടത്തെ ഉമ്മ പറഞ്ഞ ബഹുമാനമാണ്. അങ്ങനെ ഖാജ
തങ്ങൾ പ്രസവിച്ചു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും പാകതയുമുള്ള ഒരു പിഞ്ചു കുഞ്ഞ്. ആളുകൾക്ക് കാണാൻ വലിയ താല്പര്യം. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ ഇൽമു തേടി പോവുകയാണ്. അന്ന് ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ ജീവിക്കുന്ന കാലമാണ്. അവരുടെ അടുത്തേക്ക് ശിഷ്യത്വം സ്വീകരിക്കാൻ ബഗ്ദാദിലേക്ക് പോകുമ്പോ വഴിയിൽ വെച്ച് ഉസ്മാൻ ഹാറൂനി എന്ന് പറയുന്ന മഹാനെ കണ്ടുമുട്ടുകയും ഖാജാ തങ്ങളുടെ മൗലിദ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. 20 കൊല്ലം, 1-2 കൊല്ലമല്ല, 20 കൊല്ലം ആ ശൈഖ് ഉസ്മാൻ ഹാറൂനി തങ്ങളെ നന്നായി ഖിദ്മത്തെടുത്തു, ഇൽമു പഠിച്ചു, എല്ലാ ത്വരീഖത്തുകളും കരസ്ഥമാക്കി. അതിനപ്പുറം ഹഖീഖത്തും നേടി, മഅരിഫത്ത് നേടി. മഹാനായ ഖാജാ തങ്ങളെ അതാ അവിടുത്തെ ഉസ്താദിന്റെ കൂടെ മുത്തുനബിയുടെ അരിയിൽ ചെല്ലുന്നു, റൗദയിലേക്ക്. ഞാൻ ചുരുക്കി പറയാണ്, അവിടെ നിന്നാണ് നിർദ്ദേശം കിട്ടുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലൂടെ പറഞ്ഞു, ലൊക്കേഷൻ വരെ കാണിച്ചു കൊടുത്തു, റൂട്ട് മാപ്പ് വരെ കാണിച്ചു കൊടുത്തു. മഹാനായ ജീലാനി മഹാനവറുകൾ ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. എന്നാൽ നേരത്തെ നിർത്തിവെച്ച ബഗ്ദാദ് യാത്ര അത് പൂർത്തിയാക്കി മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ കൂടെ 8 മാസം ഖിദ്മത്തെടുത്ത് അവിടുത്തെ ശിഷ്യത്വവും സ്വീകരിച്ച് ഒരുപാട് മഖ്ബറുകളും മസാറുകളും സിയാറത്ത് ചെയ്തിട്ടാണ് മഹാനായ ഖാജാ തങ്ങൾ ഈ രാജ്യത്ത് എത്തുന്നത്. അല്ലാഹുവിലേക്ക് ഖൽബ് കൊണ്ടടുത്താൽ, അല്ലാഹുവിലേക്ക് സുന്നത്തുകളെ കൊണ്ടടുത്താൽ, അല്ലാഹുവിലേക്ക് സ്വതക്കകളെ കൊണ്ടടുത്താൽ മസാല അബ്ദി ബിന്നവാഫിലി ഖുർബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല വസംഅ മിൻഹു ثم عينا باصرا أي مثل ذلك في المطالب هرولا. ഇമാം മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ആദിക്കയിൽ പഠിപ്പിക്കുന്ന ബൈത്തുകളാണ്, ആശയങ്ങളാണ്. അല്ലാഹുവിലേക്ക് സുന്നത്തുകളെ കൊണ്ടടുത്താൽ അല്ലാഹുവിന്റെ വലിയ സഹായം അവന്റെ മുഅ്മിനീങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ സാദാത്തുക്കളെ നമ്മൾ അനുസ്മരിക്കുമ്പോ, ഖാജാ തങ്ങളെ നമ്മൾ അനുസ്മരിക്കുമ്പോ അവരെ കേൾക്കൽ വലിയ പുണ്യമാണ്. അത് നമ്മുടെ ദോഷം പൊറുക്കാൻ ഒരു കാരണമാണ്. അതിന് പുറമെ അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അതാണ് ഇത്തരം മജ്‌ലിസുകളുടെ പ്രധാന ലക്ഷ്യം, വഅദ് മജ്‌ലിസിന്റെ പ്രധാന ലക്ഷ്യം. എന്റെ ഉമ്മമാരെ, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് കഴിയണം. ഖാജാ തങ്ങളെ കേട്ട് ആസ്വദിച്ചാൽ പോരാ, മഹാന്മാരുടെ ജീവിത ത്യാഗ ജീവിതങ്ങൾ കേട്ട് ആസ്വദിച്ചാൽ പോരാ. അവരുടെ കൂടെ നാളെ സ്വർഗത്തിലെത്തണം. അതിനവരുടെ ജീവിതം പകർത്തണം. ഏത് തണുപ്പാണെങ്കിലും സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കാൻ കഴിയുന്ന ഉമ്മമാരാണോ, കഴിയുന്ന ബാപ്പമാരാണോ, സുബഹിന്റെ സമയത്ത് നമ്മളെ ചെറിയ മക്കൾ എഴുന്നേൽക്കുമ്പോ ആ മക്കളാദ്യം കണി കാണേണ്ടത് നിസ്കാരപ്പായിൽ നിൽക്കുന്ന ഉമ്മയാണ്, തഹജ്ജുദ് നിസ്കരിച്ച് കൈനീട്ടുന്ന ബാപ്പയാണ്. അങ്ങനെ നമ്മുടെ വീടുകൾ മാറിയാൽ, അങ്ങനെ നമ്മുടെ ജീവിത ശൈലി മാറിയാൽ നമ്മുടെ മക്കളും നന്നായി തീരും. ആ കുടുംബത്തിൽ വലിയ ബറക്കത്തുണ്ടാവും. അല്ലാഹു ഈ മഹാന്മാരെ പറഞ്ഞത് ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളിലും നമ്മൾ ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളിലും അല്ലാഹു വലിയ സന്തോഷം തരട്ടെ. മഹാനായ ഖാജാ തങ്ങളിൽ നിന്നും സുബഹിക്ക് മുമ്പ് എത്രയോ മുമ്പ് എഴുന്നേൽക്കും. സുബ്ഹാനല്ലാഹ്. പിന്നെ ആ റൂമിൽ ഓത്താണ്, ആ റൂമിൽ നിസ്കാരമാണ്, ആ റൂമിൽ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഒരു ദിവസം അവിടുത്തെ ശിഷ്യന്മാര് പറഞ്ഞു, ഒരു ദിവസം സുബഹിന്റെ സമയമായിട്ടും അതാ ഖാജാ തങ്ങളുടെ റൂം ഓപ്പൺ ആകുന്നില്ല. പക്ഷേ ഉള്ളിൽ ആരുടെയൊക്കെയോ കാൽപാദങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വാതിൽ തുറന്നിട്ടില്ല. ഞങ്ങൾ ആരും അങ്ങോട്ട് പോയിട്ടില്ല. അവസാനം ഞങ്ങൾ വാതിൽ പൊളിച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോ ഈ ലോകത്ത് നിന്ന് സാരാതങ്ങൾ ഉണരാത്ത ഉറക്കിലേക്ക് യാത്ര പോയില്ലേ.
അവിടത്തെ നെറ്റിയിലതാ ഒരു എഴുത്തു കാണുന്നു. മക്തൂബൻ ഫീ ജബഹതിഹി, ഹാജാതങ്ങളുടെ നെറ്റിയിൽ ഒരു എഴുത്ത് കാണുന്നു. ഹബീബുല്ലാഹി മാത ഫീ ഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ട വലിയ അല്ലാഹുവിന്റെ തൃപ്തിയിലായി തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു. ആ ഹാജാതങ്ങൾ തന്ന ഒരു വലിയ ഉപദേശം, ഒരുപാട് ഉപദേശത്തിൽ ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ വിഷയം സ്കിപ്പ് ചെയ്യണം. ഹാജതങ്ങൾ പറയാൻ 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടോ, ഫഅലമൂ, നിങ്ങൾ ഉറപ്പിച്ചോ, അന്നഹു മിൻ ഔലിയാഇല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. ഞാൻ പറയാൻ പോകുന്ന ഹാജതങ്ങൾ പറയാണ്, ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലിയാക്കിയാൽ, അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാക്കി കൊണ്ടുവന്നാൽ, ഫഅലമൂ, നിങ്ങൾ ഉറപ്പിച്ചോ, അന്നഹു മിൻ ഔലിയാഇല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവനാണ്. എന്നിട്ട് പറഞ്ഞു, ജൂദുൻ കൽ ബഹരി, നദിയെ പോലെ സമുദ്രം പോലെ ഔദാര്യമുള്ളവനാവണം. നദി നോക്കൂ നിങ്ങൾ, അത് ശക്തനായ ആൾക്കും ശക്തിയില്ലാത്ത ദുർബലനും ദുഷ്ടനായ വ്യക്തിക്കും നല്ല മനുഷ്യർക്കും ഒരുപോലെ വെള്ളം കൊടുക്കുന്നവനാണ് സമുദ്രം. ജൂദുൻ കൽ ബഹരി, തന്നെ കല്ലെറിഞ്ഞവർക്കും സഹായം ചെയ്യണം, തന്നെ തെറി പറഞ്ഞവർക്കും പൊരുത്തപ്പെട്ട് കൊടുക്കണം, തന്നെ ചീത്ത പറഞ്ഞവരോട് വിദ്വേഷം വെക്കരുത്, തന്നെ തെറി പറഞ്ഞവരോട് വൈരാഗ്യം വെക്കരുത്. ജൂദുൻ കൽ ബഹരി, ആരോടും വെറുപ്പില്ലാത്ത നല്ല മനസ്സ് വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ ഒരു സ്വഹാബിയെ പറ്റി പറഞ്ഞു, ഹുവ ഫിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ്. അങ്ങനെ 3 തവണകളിലായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ കുറിച്ച് പറഞ്ഞപ്പോ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബി തീരുമാനിച്ചു അയാളുടെ പിന്നാലെ പോകണം. എന്നിട്ട് അയാൾ എന്താണ് കൂടുതൽ അമൽ ചെയ്യുന്നതെന്ന് നോക്കണം, എന്നിട്ട് ആ അമൽ എന്റെ ജീവിതത്തിലും ആഡ് ചെയ്യണം, എന്നിട്ട് എനിക്കും സ്വർഗത്തിലെത്തണം എന്ന നിലക്ക് ആ സ്വഹാബിയുടെ പിന്നാലെ ചെന്നു. അവിടെ താമസിക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പ് വരട്ടെ. പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് പോകാനൊരു സാഹചര്യം ഇപ്പൊ നിലവിലില്ല, അതുകൊണ്ട് ഒരു 3 ദിവസം നിങ്ങളെ വീട്ടിലും താമസിക്കാൻ സൗകര്യം ചെയ്ത് തരുമോ? എന്താ കുഴപ്പങ്ങൾ, പോന്നോളൂ. അങ്ങനെ 1ാമത്തെ ദിവസം ഞാൻ നിന്നു. ഞാനിങ്ങനെ CCTV വെച്ചിട്ട് നോക്കുകയാണ്. മൂപ്പര് എന്താ ഏറെ ചെയ്യണത്, എല്ലാവരും ചെയ്യണതൊക്കെ മൂപ്പരും ചെയ്യേണ്ടത്. അങ്ങനെ കിടന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ സുബഹിന്റെ മുന്നേ എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിച്ചു. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, പ്രത്യേകിച്ചൊരു മാറ്റവും കാണുന്നില്ല. ഏറെ അമലൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ എനിക്ക് പൊറുതിയേടായി. ഞാൻ നേരെ ചെന്ന് ചോദിച്ചു, ഞാൻ എന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ടൊന്നല്ല ഞാനിവിടെ നിന്നത്. നിങ്ങളെ കുറിച്ച് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് 3 തവണ പറഞ്ഞത് കേട്ടപ്പോ നിങ്ങൾ സ്വർഗ്ഗത്തിലെത്താൻ കാര്യമായി ചെയ്യുന്ന അമൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നു നോക്കിയതാ. പക്ഷേ കൂടുതൽ അമലുകളൊന്നും നിങ്ങളിൽ ഞാൻ കണ്ടില്ല. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയുള്ള അമലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി തങ്ങൾ അങ്ങനെ എന്നെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്ര അമലുകളൊന്നും എന്റെ കയ്യിലില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാം, എന്നെ ആര് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലും, എന്നെ ആര് പരിഹസിച്ചിട്ടുണ്ടെങ്കിലും, ഈ സെക്കൻഡ് വരെ എന്റെ മനസ്സിൽ ഒരാളോടും പകയില്ല, ഒരാളോടും എനിക്ക് വെറുപ്പില്ല, ഒരാളോടും എനിക്ക് അസൂയയില്ല. ഇത് പറഞ്ഞപ്പോൾ ആ സ്വഹാബി പറയാണ്, അത് മതി നിങ്ങൾ സ്വർഗത്തിലെത്താ. അതുകൊണ്ടല്ലേ ഉമ്മമാരെ, ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് ചോദിച്ചു, നബിയേ, നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണുണ്ട്, തഖൂമുൽ ലൈല, രാത്രി മുഴുവനും നിസ്കാരമാണ്, വതസൂമുൻ നഹാറ, പകൽ മുഴുവനും നോമ്പാണ്.
പെണ്ണാണ്. അങ്ങനെയുള്ള മുഴുവൻ സമയം ഇബാദത്തിൽ കഴിയുന്ന ഒരു പെണ്ണുണ്ട്. പക്ഷേ അവളുടെ നാവിന് നീട്ടം കൂടുതലാണ്. അഥവാ അയൽവാസികൾക്ക് വലിയ ശല്യമാണ്, വീട്ടിലുള്ളവർക്കും വലിയ ശല്യമാണ്. അതേ ഒരു മീറ്റിങ്ങിന് കൂടിയാലും വലിയ ശല്യമാണ്, ഒരു സദസ്സിന് കൂടിയാലും വലിയ ശല്യമാണ്. നാവ് മോശമാണ്. ജമാഅത്തിന് മുമ്പിലുണ്ട്, തഹജ്ജുദ് ഒക്കെയാണ്, വിത്ർ റെഡിയാണ്, ദുഹ ഒഴിവാക്കുകയില്ല, 100 സ്വലാത്ത് പതിവാക്കുന്നവനാണ്. അയാളില്ലാത്തൊരു ദീനി പരിപാടി നാട്ടിലില്ല. പക്ഷേ സ്വഭാവം മോശമാണ്. എന്തെങ്കിലും ദേഷ്യം വന്നാൽ പിന്നെ അവന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഡിക്ഷണറികളിൽ പോലും തപ്പിയാൽ കിട്ടാത്ത തെറികളാണ്. അങ്ങനെ ദേഷ്യപ്പെടുന്ന വൈരാഗ്യമുള്ള ആളുകളെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന ഒരു ദുസ്വഭാവം ആ പെണ്ണിനുണ്ട് നബിയേ. ബാക്കിയൊക്കെ ക്ലിയർ ആണ്. ഇത് കേട്ടപ്പോൾ നബിതങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാതെ പറഞ്ഞ മറുപടി ലാ ഖൈറ ഫീഹാ. അവളെത്ര നിസ്കരിച്ചാലും, അവളെത്ര ഖുർആൻ ഓതിയാലും, അവളെത്ര രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചാലും ഒരു ഗുണവും ഇല്ലാത്ത പെണ്ണാണവൾ. വഹിയ ഫിന്നാർ. അവൾ നരകത്തിലാണ്. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന് വല്ല കുറവുണ്ടോ നമുക്ക്? അമലുകൾക്ക് വലിയ കുറവുണ്ടോ? സ്വഭാവം നന്നാവണം. ആ നിസ്കാരം കൊണ്ട് കിട്ടുന്ന ഗുണം നമ്മുടെ ജീവിതത്തിൽ വേണം. അതല്ലേ അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നത്? നിങ്ങൾ നിസ്കരിക്കുക. എന്തിന്? നിങ്ങൾ വലിയ കുമ്പിട്ട് ഇങ്ങനെ അങ്ങനല്ല, എക്സസൈസ് എടുക്കാൻ അല്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരത്തിന്റെ റിസൾട്ട് അതാണ്. നിങ്ങളുടെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമായിട്ടുണ്ടോ, അല്ലാഹു കബൂലാക്കിയിട്ടുണ്ടോ? തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഗൈബത്ത് പറയാൻ കഴിയൂല, നമീമത്ത് പറയാൻ കഴിയൂല, ഒരാളെയും പരിഹസിക്കാൻ കഴിയൂല. അങ്ങനെ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ ഇന്ന് നിസ്കരിച്ചമാരും അന്ന് സ്വീകരിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനത്തെ ആ കഴിവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നിസ്കാരങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല. നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് പട്ടിണി കിടക്കലല്ല. നോമ്പിന്റെ പ്രധാന ലക്ഷ്യം വയറൊട്ടലല്ല, ഷുഗർ കുറയലല്ല, തടി കുറക്കലല്ല. ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ കഴിവ് നന്നാവാനാണ്, നിങ്ങളുടെ സ്വഭാവം നന്നാവാനാണ്, നിങ്ങളുടെ കോഡ് ഓഫ് കോണ്ടക്ട് നന്നാവാനാണ് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത്. നോമ്പ് നോറ്റിട്ടും പരിഹസിക്കുന്നവരായാൽ, റമദാൻ കഴിഞ്ഞിട്ടും ഗീബത്ത് തുടർന്നാൽ അവന്റെ നോമ്പും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അമല് കുറെ ഉണ്ടാകുക എന്നുള്ളതല്ല, മറിച്ച് ആ അമലിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് ഹാജാത്തങ്ങൾ പറഞ്ഞത്, ജൂദുൻ കൽ ബഹരി. സമുദ്രം പോലെ കൊടുക്കാൻ കഴിയണം. ഇല്ലേ? മുടിയാഴ്ചയിലിരുന്നപ്പോ മറന്നിട്ടോ തികയാഞ്ഞിട്ടോ ഇല്ല, നമ്മളെ വീട്ടിലേക്ക് ഇറച്ചി കിട്ടിയില്ല. അപ്പൊ നമ്മളെന്താ തീരുമാനിക്കാം? നമുക്കും വരുമല്ലോ മുടിയാഴ്ച, നമുക്കും വരുമല്ലോ മുടിയാഴ്ച, നമ്മൾ അങ്ങോട്ടും കൊടുക്കൂല. കല്യാണം പറയാൻ വിട്ടുപോയി. എന്നാലോ യഥാർത്ഥത്തിൽ മൂപ്പരിനോട് പറയേണ്ടത് തന്നെ, എന്റെ കല്യാണം ഞാൻ യാക്കൂബ് പറഞ്ഞില്ല. ഞങ്ങൾ ഈ കെട്ട് അന്വേഷിച്ച് തന്നെ ഞാൻ മൂപ്പരോടാണ്. അങ്ങനെ ഉണ്ടാവുക. കല്യാണം പറയാൻ മറന്നിട്ടുണ്ടാവും, എന്നാലും വരണം. അതേസമയം പറയാഞ്ഞാലോ പോകൂല എന്ന് പറഞ്ഞാൽ പറയേണ്ട കല്യാണമാണ്, മറന്നുപോയതായിരിക്കും. അപ്പൊ നമ്മളൊന്ന് പോയി സന്തോഷിപ്പിച്ചു കൊടുക്കുക. എന്നോട് കല്യാണം പറഞ്ഞില്ല, ഞാൻ എൻ്റെ അടുത്ത് കല്യാണം പറയില്ല. ജൂദുൻ കൽ ബഹരി. സമുദ്രം പോലെ കൊടുക്കാൻ കഴിയുന്നവനാവണം. ഔലിയാക്കൾ അങ്ങനെ പെട്ടെന്നാകാൻ കഴിയില്ല, നമുക്ക് മനസ്സിലായില്ലേ? ഔലിയാക്കൾ പറഞ്ഞാലുള്ള സുഖമാണ്, ഇത് കേട്ടാൽ നല്ല സുഖമുള്ള പരിപാടിയാണ്. പക്ഷെ അത് ആകാൻ കഴിയണം. അല്ലേ? ഒരു ബക്കറ്റ് ഇങ്ങനെ വരികയാണെങ്കിൽ അവിടുന്ന് ബക്കറ്റ് പള്ളിന്റെ മൂലക്ക് നിന്ന് ബക്കറ്റ് കൊടുക്കുമ്പോ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് ഒരു 100 ഉറുപ്പിക ഇടണം. ബക്കറ്റ് മുന്നിൽ കണക്റ്റിയൊക്കെ അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഏറ്റവും ചെറിയ നോട്ടിൽ 5 ഉറുപ്പിക കാണണ്ട, അതേ ബക്കറ്റിക്ക് ചാടുക ഞാൻ ഉണ്ടാവുള്ളൂ. അത് ഏതും അങ്ങനെ തന്നെയാണ്. പൊതുവെ മനുഷ്യന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇബാദത്തിനോട് താല്പര്യമില്ലാത്ത പ്രകൃതിയാണ്. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെ. ആ പ്രകൃതിയെ മറികടന്നുകൊണ്ട് ഈമാൻ വർദ്ധിക്കുമ്പോ അവർക്ക് നിസ്കാരം ലദ്ദത്താവും, അത് വലിയ സന്തോഷമാവും. അതുകൊണ്ടാണല്ലോ ശഅബാൻ 29 ആയാലും നമ്മളെ മനസ്സിലൊക്കെ എന്താ പറയാ, മാസം കാണാൻ മതി, നാളെയും കൂടി മന്തി തിന്നേരും. ഇന്ന് തിന്നായിട്ടല്ല, എന്നാലും മനുഷ്യന് പട്ടിണി കിടക്കാൻ മനുഷ്യന്റെ പ്രകൃതി പൊതുവെ ഇഷ്ടപ്പെടൂല. ഇനി ഒന്നും കൂടി ചെയ്യാൻ പറഞ്ഞാൽ റമദാൻ 29 ആയാലും നിങ്ങളെ പൂജ എന്തായിരിക്കും? നാളെ മാസം കണ്ടിട്ടില്ലേ? മാസം കാണുന്ന പൂതി ഉണ്ടാവുക. കാരണം എന്താ? നാളെ തിന്നല്ലോ.
തിന്നാത്ത ആളായിട്ടല്ല, മനുഷ്യന്റെ പട്ടിണി കിടക്കാൻ മനുഷ്യന്റെ പ്രകൃതി ഇഷ്ടപ്പെടൂല. നിസ്കരിക്കുമ്പോൾ അങ്ങനെ തന്നെ. ഇനിയിപ്പോ ഈശ നിസ്കരിക്കാണ്ട് അങ്ങനെയാണല്ലോ, നമ്മളാരെങ്കിലും സന്തോഷത്തോടു കൂടി ഈശ നിസ്കരിക്കാണ്ട് എന്ന് പറഞ്ഞു പോയിക്കോളോ. എവിടെങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായാൽ എവിടെങ്ങൾ നിസ്കരിക്കാൻ പോകും. എന്താ ടെൻഷൻ പോകും. ആ നിസ്കാരം അത്രയും രസമാണ്, നമുക്കതൊരു പ്രയാസമാണ്. മനുഷ്യന്റെ പ്രകൃതി അതിന് ഇഷ്ടപ്പെടൂല. അങ്ങനെ ഇഷ്ടപ്പെടാതിരുന്നിട്ടും 10-12 മണിക്കൂർ പട്ടിണി കിടക്കണമെന്നറിയാം, വെള്ളം കുടിക്കാൻ പറ്റില്ലെന്നറിയാം, നല്ല ചൂടുകാലമാണ് വരാൻ പോകുന്നതെന്നറിയാം. എന്നാലും അല്ലാ നീ ഞങ്ങൾക്ക് റമദാനിനെ എത്തിച്ചു തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യാനുള്ള കാരണം അതിന്റെ ബഹുമാനം കൊണ്ടാണ്, അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചത് കൊണ്ടാണ്. റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർദിന്റെ ഫലമാ പൊന്നേ. പറഞ്ഞ രണ്ടാമത്തെ കാര്യം സൂര്യനെ പോലെ സ്നേഹം ഉണ്ടാവണം. സൂര്യൻ നോക്കൂ, നിങ്ങൾ മതം നോക്കിയിട്ടോ അല്ലല്ലോ വിളിച്ചു കൊടുക്കുന്നത്. എല്ലാ ആളുകൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഒരേപോലെ വിളിച്ചു കൊടുക്കുകയാണ് സൂര്യൻ. അതാണ് സ്നേഹം. സൂര്യനെ പോലെ സ്നേഹം വേണം. ഞാനത് കൂടുതൽ വിശദീകരിക്കില്ല. മക്കളോട് സ്നേഹം വേണം, നന്നായിട്ട് സ്നേഹിക്കണം സ്വന്തം മക്കളെ. മക്കളോട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ബാക്കിയുള്ളവർ അഡ്ജസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ നമ്മൾ മക്കളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാല് നമ്മളെ വീട്ടിലേക്ക് അയൽവാസിയുടെ ചെറിയ കുഞ്ഞു വന്നു, അവരെയും സ്നേഹിക്കണം. അവന്റെ കൈ തട്ടി നമ്മൾ ഇന്നലെ കൊടുത്ത ഗ്ലാസ് പൊട്ടി, നമ്മളെന്താ പറയാ, സാരം ചവിട്ടി പൊടിച്ചൊന്നും വേണ്ട, 25 രൂപയുള്ളൂ, കഞ്ഞി വാങ്ങിയാൻ കിട്ടൂലേ. അതേ ഗ്ലാസ് നമ്മളെ സ്വന്തം മോനങ്ങാനും പൊട്ടിച്ചാലോ, ഹാൻകൊക്കെ കണ്ണു മൂക്കൊന്നും. ഞാൻ 25 രൂപ വാങ്ങിയതൊക്കെ ഓർമ്മ, പൈസക്ക് വെച്ച വിലയുണ്ടോ എനിക്ക്? എന്തേ ആ അയൽവാസിയായ കുട്ടിയോട് പറഞ്ഞ അതേ സ്ലാഗിൽ നമ്മളെ കുട്ടിയോട് എന്താ പറയാത്തത്? അതിന്റെ പേരാണ് സ്നേഹത്തിൽ പെരുമാറണം. നമ്മുടെ മക്കൾക്ക് ബാപ്പമാരും ഉമ്മമാരും കൊടുക്കേണ്ടതുപോലെ സ്നേഹവും പരിഗണനയും കൊടുത്താൽ ആ മക്കളെ ഒടുക്കും ചാടിപ്പോല. ആ മക്കളെ എവിടേക്കും ചാടിപ്പോകില്ല. എന്റെ വിഷയം അതല്ലാതെ ഇതിലേക്ക് പോവില്ല. തങ്ങവാപ്പ നിങ്ങൾക്ക് തന്നൊരു സമയമുണ്ട്, ആ സമയത്ത് ഞാൻ നിർത്തും. അതുകൊണ്ട് നിങ്ങൾ ആരും ബേജാറാവും വേണ്ട. അങ്ങനെ ഉണ്ടാവും, ഇനി മുന്നേറ്റപ്പുറം നിർത്തുക, അങ്ങനെ എപ്പോഴും ബേജാറാവണ്ട. ഇൻഷാ അല്ലാഹ് ഞാൻ ആ സമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല സ്നേഹം മക്കളോട് വേണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും ഗൗരവമായിട്ട് നിൽക്കരുത്, എപ്പോഴും ഗൗരവത്തിൽ നിൽക്കാൻ പാടില്ല. മക്കളുടെ മുമ്പിൽ ഞാൻ എത്ര വേദന പറഞ്ഞാലും ഞാൻ അതിനൊന്നും അർഹനല്ല. നേരത്തെ തങ്ങൾ പാപ്പ പറഞ്ഞല്ലോ, എന്റെ ഉപ്പ എന്റെ ഉമ്മ അല്ലാഹുവിനൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, അവരൊക്കെ നമ്മളെ പറഞ്ഞയച്ചത് കൊണ്ട് നമ്മുടെ ഉസ്താദുമാര് നമുക്ക് തന്ന ഊർജം, ആ ഊർജത്തിൽ നിന്ന് അവരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ സമ്മതത്തോടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ എന്നതിനോട് ലക്ഷ്യമുള്ളൂ. പറയാൻ അർഹരായിട്ടല്ല. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മൾ പറയുന്നതൊക്കെ കബൂലാക്കുമാറാവട്ടെ. അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷെ ഞാനിവിടെ ഉറൂസിൽ വലിയ വേദന പറഞ്ഞു പോയ സമദർശിനിയാണ്. എന്ത് ഐസിനായാലും എത്ര വലിയ വേദനായാലും എന്റെ മക്കൾക്ക് എന്റെ വാപ്പ അല്ലേ, മക്കൾക്ക് ഞാൻ വാപ്പല്ലേ, മക്കൾക്ക് ഞാൻ വാപ്പയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ വേദന ആളായിരിക്കും. എന്റെ മക്കളുടെ മുമ്പിൽ ഞാൻ വാപ്പയാണ്, എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാനൊരു ഭർത്താവാണ്, അവിടെ ഞാൻ മുദരീസാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റേ വേദ പറയുന്ന ആളാണ്, ഞാൻ വലിയ സ്റ്റേറ്റ് ലീഡറാണ്. അത് ഭാര്യയുടെ മുമ്പിൽ പറ്റൂല, മക്കളുടെ മുമ്പിൽ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തിന്റെ നേതാവല്ലേ, ഈ ലോകം പടക്കാൻ കാരണദൂതനല്ലേ. ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ ആദമി. ആ മുത്തുനബിയുടെ ചരിത്രം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയും ഹബീബായ മുത്തുനബിയും വീട്ടിൽ ഓട്ട മത്സരം വെച്ചിട്ടില്ലേ? ഒരു തവണ നബി തങ്ങൾ തോറ്റു കൊടുത്തു, രണ്ടാമത്തെ തവണ നബി തങ്ങൾ ശരിക്കും ജയിച്ചു. നമ്മളാരെ ഓട്ട മത്സരം നടത്തുമോ? ആലോചിക്കും. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇവിടെ മനസ്സിൽ നേരം നിങ്ങൾ ആലോചിക്കും. നബി തങ്ങൾ എത്രയാണ്, എത്ര വലിയ നേതാവാണ്. പക്ഷെ ഭാര്യമാർക്ക് എന്തൊരു നല്ലൊരു അഭിപ്രായമാണ്. എങ്ങനെയുണ്ട് നബി തങ്ങൾ വീട്ടിൽ നിന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ ഞങ്ങൾ അടുക്കളയിൽ ഞങ്ങളുടെ കൂടെ പണിയെടുത്തിരുന്നു. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ തേങ്ങ ചരണ്ടി തന്നിരുന്നു, തക്കാളി വെട്ടി തരാറുണ്ട്,
വയറ് വെട്ടി തരാറുണ്ട്. അങ്ങനെ വീട്ടിലുള്ള അടുക്കള പണികളും വീട്ടിലുള്ള തിരുമകളും നിബിധങ്ങളും ഞങ്ങളും ചേർന്നുകൊണ്ട് ഞങ്ങൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. എന്നും തുടക്കല് പെണ്ണുങ്ങളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാത്രങ്ങൾ കഴുകുന്നത് എന്നും അവര് തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല.